തെറ്റായ പ്രവണതകളും രീതികളും പാർട്ടിയിൽ ഏത് ഘടകത്തിലായാലും അംഗീകരിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുകളിൽ നിന്ന് താഴെ തലം വരെ ആ നയം തുടരും. തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ല. തിരുത്തേണ്ട കാര്യം മുഴുവൻ തിരുത്തുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. വർഗപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യർക്ക് കൊടുത്തു തീർക്കാനുള്ള മുഴുവൻ ബാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകേണ്ടി വരും. ഗവൺമെന്റ് ആ നിലപാട് സ്വീകരിക്കും. ഗവൺമെന്റും പാർട്ടിയും ചേർന്ന് ഇത്തരത്തിലുള്ള വർഗ കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കേരളം മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് കടക്കുക, ജനങ്ങളിൽ നിന്ന് പഠിക്കുക, ജനങ്ങളെ പഠിപ്പിക്കുക. വർഗപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യർക്ക് കൊടുത്തു തീർക്കാനുള്ള മുഴുവൻ ബാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകേണ്ടി വരും. ഗവൺമെന്റ് ആ നിലപാട് സ്വീകരിക്കും. നല്ല രീതിയിലുള്ള തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് പൊളിപ്പിക്കാതെ, അത് വളരെ പ്രധാനമാണ്. തെറ്റായ രീതിയെ നമ്മൾ അംഗീകരിക്കില്ല. അത് ഏത് പാർട്ടിയുടെ ഏത് ഭാഗത്തായാലും മേലെ മുതൽ താഴെ വരെ തെറ്റായ എല്ലാ പ്രവണതയെയും ചേർത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് തെറ്റ് തിരുത്തിക്കൊണ്ട്. MV ഗോവിന്ദന്റെ വാക്കുകളാണ് കേട്ടത്. മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഷെയ്ദ്, നിലവിലെ പാർട്ടിയുടെ അവസ്ഥയിൽ, CPMന്റെ അവസ്ഥയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ തുടങ്ങി താഴെത്തട്ടിൽ വരെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും പാർട്ടി അതിദൂരം കടന്നുപോയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിടിവിട്ടിരിക്കുന്നു ഉൾപ്പെടെയുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്, പല ഘടകങ്ങളിൽ നിന്നും. അപ്പോൾ തിരുത്തൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, എവിടെയാണ് MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്? എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ പൂർണ്ണ രൂപം? അക്ഷയ, കോഴിക്കോട് പേരാമ്പ്ര ചെരുവണ്ണൂരിലെ ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലാണ്, ഒരു പൊതുയോഗത്തിലാണ് അദ്ദേഹം ഈ പ്രസ്താവന, അദ്ദേഹത്തിന്റെ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പാർട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം EMSന്റെ ലോകം എന്ന പാർട്ടി പരിപാടിയിൽ അദ്ദേഹം പാർട്ടിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് തിരുത്തുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം, അത് പാർട്ടിയുടെ ഈ തെറ്റുതിരുത്തൽ പ്രവണത പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും, അതായത് മേൽത്തട്ട് മുതൽ താഴ്ത്തട്ട് വരെ ഉള്ള പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും അത്തരം തെറ്റുതിരുത്തൽ നടത്തുമെന്ന് അദ്ദേഹം പറയുന്നത്. അത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടിക്കകത്തും പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ചർച്ചകൾ, ഒപ്പം തന്നെ EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾ, കണ്ണൂരിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില വിവാദങ്ങൾ, EP ജയരാജനും EP ജയരാജൻ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നുവെന്ന് നമ്മൾ കരുതേണ്ടി വരും. അദ്ദേഹം പരോക്ഷമായെങ്കിൽ പോലും ഈ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെ, അത് ആരായാലും നേതൃതലത്തിലായാലും അത്തരം തെറ്റായ പ്രവണതകൾ വെച്ചു പുറപ്പിക്കില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ഒരു സന്ദേശം നൽകുന്ന ഒരു പ്രസംഗമായിരുന്നു ഇന്ന് പേരാമ്പ്രയിൽ നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹം ചേർക്കുന്നു, ജനങ്ങളിൽ നിന്ന് പഠിക്കാൻ പാർട്ടി തയ്യാറാകും, അത് വിലയിരുത്തി അത് ജനങ്ങളോട് തന്നെ വീണ്ടും സംസാരിക്കുന്ന രീതിയിൽ പാർട്ടി അടിമുടി മാറ്റത്തിന് ഒരുങ്ങുന്നു എന്നുള്ളൊരു സന്ദേശം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഏതായാലും പ്രകടമാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ സന്ദേശം നൽകുന്ന ഒരു പ്രസംഗമാണ് MV ഗോവിന്ദൻ ഇന്ന് പേരാമ്പ്രയിൽ നടത്തിയത്.